ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ എനിക്ക് വേണ്ടി ഇതിന് ചെയ്ത ഈ ഒരു ഡ്രസ്സിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ഫുൾ വീഡിയോ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ഒരു ഭാഗം, ഈ ഒരു വേസ്റ്റിൻ്റെ ഭാഗത്തിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് പ്രത്യേകിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതിൻ്റെ ഫുൾ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ഫുൾ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സ്കേർട്ടിന് 5 മീറ്ററും ടോപ്പിന് 5 മീറ്ററും അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വർക്ക് വരുന്ന ഈ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ, ഇത് നമുക്കൊരു 1/4 മീറ്ററൊക്കെ മതി. പക്ഷെ ഞാനിത് ഡ്രസ് കോഡാണ് ചെയ്യുന്നത്, അപ്പോൾ ഇങ്ങനെ ടോട്ടൽ ഇങ്ങനെ എടുത്തതാണ്. പിന്നെ ലൈനിങ് ഒരു 4 മീറ്ററും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് തന്നെ നമുക്ക് ലൈനിങ് ഒന്ന് കട്ട് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിന് തന്നെ നമുക്ക് ബോഡി പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് 4 ആക്കി മടക്കിയിടണം. എനിക്ക് ഇതിനു വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നത് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുണ്ട്. അത് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടൊന്നല്ല, നോർമൽ ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്കിത് ഇതുപോലെ 4 ആക്കി മടക്കിയിട്ട് കൊടുക്കാം. ഞാനൊരു എക്സൽ സൈസിലാണ് കേട്ടോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ സ്കെയിലൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒരു ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഷോൾഡർ എത്രയാണോ അതിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഷോൾഡർ എടുക്കുന്നത് 15 ഇഞ്ചാണ്. അപ്പോൾ 15ൻ്റെ പകുതി വരുന്നത് 7.5 ഓക്കെ. അപ്പോൾ നമുക്കിവിടെ 7.5 ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ 7.5 ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇതാണ് ഷോൾഡറിൻ്റെ അത് വരുന്നത്. ഇനി നമുക്ക് വേണ്ടത് ആം ഹോളാണ്. ആം ഹോൾ ഇവിടെ 19 ഇഞ്ചാണ്. അപ്പോൾ 19 ഇഞ്ചിൻ്റെ നേർ പകുതി വരുന്നത് 9.5. അപ്പോൾ അതിവിടെ 9.5 ആം ഹോൾ ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതാ ഈ അടയാളപ്പെടുത്തി ജസ്റ്റ് സ്ട്രൈറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കാണേണ്ടത് ചെസ്റ്റ് റൗണ്ടാണ്. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് റൗണ്ട് ഇവിടെ 40ആണ്. അപ്പോൾ ഈ 40നെ 4 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 4 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് 10 ഇഞ്ചാണ്. അപ്പോൾ ആ 10 ഇഞ്ചാണ് ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. നമ്മൾ ഇങ്ങനെ ഫോൺ എടുത്ത് ഇങ്ങനെ ഹരിക്കുന്നേക്കാൾ നല്ലത് ഞാനിതാ ഈ ടാപ്പിൽ ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ ചെയ്താൽ തന്നെ മതി കേട്ടോ. 40 ഇഞ്ച് ഇങ്ങനെ മടക്കുക, എന്നിട്ട് വീണ്ടും മടക്കുക. അപ്പം നമുക്ക് എന്തായാലും 40ൽ ഒരു ഭാഗം കിട്ടും, 4ൽ1 ഭാഗം കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 10 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ബോക്സാക്കി ഇങ്ങനെ ജസ്റ്റ് ഒരു ഹാഫ് ബോക്സ് ആക്കിയിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ വേസ്റ്റ് ലെങ്ത്താണ് വേണ്ടത്. വേസ്റ്റ് ലെങ്ത് ഇവിടെ എടുക്കുന്നത് 15 ഇഞ്ചാണ്. അപ്പോൾ ആ 15 ഇഞ്ചിക്ക് 1 ഇഞ്ച് കൂട്ടിയിട്ട് നമുക്ക് തയ്യൽ തുമ്പും കൂടെ കൊടുക്കണം. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഇവിടെ 16 ഇഞ്ചാണ് എടുക്കുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? അതായത് നമ്മുടെ വേസ്റ്റ് ലെങ്ത് വരുന്നത് 15 ഇഞ്ചാണ്. അതിക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് 16 ഇഞ്ചാണ് നമ്മളിപ്പോൾ ഇവിടെ വരച്ചു കൊടുത്തത്. ഓക്കെ, ജസ്റ്റ് സ്ട്രൈറ്റ് ആയിട്ടൊരു ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേസ്റ്റ് റൗണ്ടാണ് കാണേണ്ടത്. അപ്പോൾ വേസ്റ്റ് റൗണ്ട് ഞാനിവിടെ 38ആണ് എടുത്തിട്ടുള്ളത്. ആ 38നെ 4 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യയാണ് 9.5. അപ്പോൾ ആ 9.5 നമുക്കിവിടെ വേസ്റ്റ് റൗണ്ട് ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഇതുപോലെ വെച്ചിട്ട് 9.5 ഇവിടെ അടയാളപ്പെടുത്തിയിട്ട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഇവിടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 ഭാഗം കൂടെ, അതായത് ചെസ്റ്റ് റൗണ്ടിൻ്റെ അടയാളപ്പെടുത്തിയതും വേസ്റ്റ് റൗണ്ട് അടയാളപ്പെടുത്തിയതും കൂടെ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ പറയുന്നത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല, നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കാണാം, സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാം കേട്ടോ. ഇനി ഇവിടെ ഇങ്ങനെ ഒരു 1/4 ഇഞ്ച് ഇങ്ങനെ മേലേക്ക് അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെ ചെരിച്ചൊരു ലൈൻ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒന്ന് ചെരിച്ചിട്ട് വരച്ചു കൊടുക്കുക. അതുപോലെ ഇനി നമുക്ക് വേണ്ടത് നെക്ക് വിഡ്ത്താണ്. അപ്പോൾ ഞാനിവിടെ 3 ഇഞ്ചാണ് എടുക്കുന്നത്. നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു 1/2 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഇവിടെ ഒന്ന് ചെരിച്ച് വരച്ചെടുക്കുക. മനസ്സിലായല്ലോ? ഇതുപോലെ ഷോൾഡർ ഒന്ന് ചെരിച്ച് വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ആം ഹോൾ ഒന്ന് റൗണ്ടാക്കി വരച്ചു കൊടുക്കുക. ഓക്കെ, വീഡിയോയിൽ കാണുന്ന പോലെ റൗണ്ട് ചെയ്ത് വരച്ചെടുക്കാം. ഇനി നമുക്ക് ഇത് മൊത്തത്തിലൊന്ന് പിൻ ചെയ്ത് കൊടുക്കണം. പിൻ ചെയ്ത് കൊടുക്കാതെ കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും പിന്നൊക്കെ ചെയ്തിട്ട് തന്നെ കട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിത് മൊത്തത്തിൽ ഈ ഒരു ഇതുപോലെ ഇങ്ങനെ ഈ ലൈൻ ചെയ്ത് മൊത്തത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, കട്ടിങ്ങൊക്കെ ഞാൻ വെറുതെ സ്പീഡാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ, വെറുതെ വീഡിയോ ലെങ്ത്ത് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നമ്മൾ നെക്ക് വിടുത്ത് അടയാളപ്പെടുത്തിയില്ല, അവിടെ ഇതുപോലെ ജസ്റ്റ് ഒരു കട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബോഡി പാർട്ടിൻ്റെ കട്ട്. ഇനി നമുക്ക് മെയിൻ
ക്ലോത്തിൽ കട്ട് ചെയ്യുക. ഇതുവരെ നമ്മൾ ലൈനിങ്ങിലാണല്ലോ കട്ട് ചെയ്തത്. ഇനി നമുക്ക് അത് മെയിനിലും ഒന്ന് കട്ട് ചെയ്യാനുണ്ട്. അതിന് മുമ്പ് നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ടൂളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇതുണ്ടായാൽ നമുക്ക് സ്ലീവൊക്കെ കട്ട് ചെയ്യാൻ നല്ല സുഖമാണ്. ഓക്കെ, ഇതാ ആ ടൂൾ വെച്ചിട്ട് ഞാൻ ആ വരച്ച പോലെ വരച്ചിട്ട് ഞാൻ ഇതുപോലെയാണ് ചെയ്യാറ് പൊതുവേ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പം ഇനി നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫുൾ സ്ലീവാണ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഫുൾ സ്ലീവിൻ്റെ സ്ലീവ് ലെങ്ത്ത് വരുന്നത് 22 ആണ്, 22 ഇഞ്ചാണ്. അപ്പോൾ ആ 22 ഇഞ്ചിക്ക് ഒരു 1.5 ഇഞ്ച് കൂട്ടി കൊടുക്കുക. കാരണം നമുക്ക് മടക്കി തയ്ക്കാനും ഉണ്ട്, അവിടെ തയ്യൽ തുമ്പ് ഒരു ഭാഗത്ത് തയ്യൽ തുമ്പുമ്പോൾ ഒരു ഭാഗത്ത് നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. അങ്ങനെ അതിക്ക് ഒരു 1.5 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് 23.5 ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കും. പിന്നെ സ്ലീവിൻ്റെ ബോട്ടം ഭാഗത്ത് ഒരു 5 ഇഞ്ചും കൂടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഇതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഇനി ഇതുപോലെ ഈ ഒരു ലൈൻ മൊത്തത്തിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതോടെ നമുക്ക് സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞു. പിന്നെ ഇതിന് ലൈനിങ് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ മെറ്റീരിയലിന് ലൈനിങ് ഒക്കെ ഉള്ളതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈനിങ് വെക്കേണ്ടതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈനിങ്ങും അതിൻ്റെ കൂടെ കട്ട് ചെയ്യേണ്ടി വരും. ഇത് ലൈനിങ് ഇല്ലാണ്ടാണ് ചെയ്യുന്നത്, സ്ലീവ് മാത്രം കേട്ടോ. അപ്പോൾ അതാ വീഡിയോയിൽ കാണുന്ന പോലെ ഇത് മൊത്തത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതിൻ്റെ ഇവിടെ ഒന്ന് ഇങ്ങനെ ചെറിയൊരു കട്ടിട്ട് കൊടുക്കണം കേട്ടോ, ആ ഒരു ഭാഗത്ത്. അതും നമുക്ക് ആവശ്യമുണ്ട്, അതൊക്കെ ഞാൻ എന്താണെന്ന് പിന്നാലെ പറയാം. അപ്പോൾ അതോടെ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ബോഡി പാർട്ട് ഉണ്ടല്ലോ, അതിൻ്റെത് നമുക്ക് ഈ മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്തിട്ടില്ലല്ലോ, ലൈനിങ്ങിലല്ലേ കട്ട് ചെയ്ത് വെച്ച്. അപ്പോൾ നമുക്ക് ഈ ലൈനിങ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് നമുക്ക് ഒരു പീസ് ഇങ്ങനെ വേറെ സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെ എടുക്കാം. ഓക്കെ, ഇതേപോലെ തന്നെ ഞാൻ എടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ സൗകര്യം പോലെ ചെയ്താൽ മതി കേട്ടോ. ഞാനതിങ്ങനെ എക്സ്ട്രാ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്, എന്നിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇനി കട്ട് ചെയ്തത് നമുക്കൊന്ന് നീർത്തിട്ട് പോകും. കാരണം ബാക്കത്തവും ഫ്രണ്ടത്തവും സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ കട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതാ നമുക്ക് നീർത്തിയിട്ട് ഒറ്റ മടക്കാക്കിയിട്ട് ഇതുപോലെ രണ്ടാക്കി മാത്രം മടക്കിയിട്ട് കൊടുത്തിട്ട് ബാക്കത്തെ ലൈനിങ് മാത്രം ഇതാ ഇതുപോലെ എടുത്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഓക്കെ, പിൻ ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ ഇതൊക്കെ ഞാൻ കട്ട് ചെയ്യാൻ പൊതുവെ എല്ലാം പിൻ ചെയ്തിട്ട് തന്നെ കട്ട് ചെയ്യൽ. ഓക്കെ, എന്നിട്ട് ഇതാ ബാക്കിനൊക്കെ നമ്മുടെ 3 ഇഞ്ചാണ് എടുക്കുന്നത്. ആ 3 ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു കട്ട് ഇട്ടല്ലോ, അത് ഇതിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ, അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ആ കട്ടിൻ്റെ അവിടെ നിന്ന് നേരെ സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈൻ ചെയ്ത് കൊടുക്കുക. പിന്നെ 3 ഇഞ്ച് അടയാളപ്പെടുത്തിയല്ലോ, അതേപോലെ ഇതുപോലെ ബോക്സ് ആക്കി വരച്ചെടുക്കുക. ഞാൻ പറയുന്നത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല, നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കാണാം. ഓക്കെ, അപ്പോൾ നമുക്കിത് മൊത്തത്തിലൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇത്ര മാത്രമേ ബാക്കത്തിൻ്റെ കട്ടിങ് വരുന്നുള്ളൂ, അതോടെ കഴിയും. പിന്നെ ഫ്രണ്ടത്തതാണ് നമുക്ക് ആ ഒരു മോഡൽ. അപ്പോൾ അത് വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന അതേ മോഡലാണ് കേട്ടോ. ആദ്യം നമുക്ക് വർക്ക് വരുന്ന മെറ്റീരിയൽ ഇതുപോലെ രണ്ടാക്കി മടക്കിയിടണം. അതിൻ്റെ മുകളിൽ നമ്മളുടെ മെയിൻ മെറ്റീരിയൽ ഉണ്ടല്ലോ, അതും ഇതുപോലെ രണ്ടാക്കി മടക്കിയിടണം. കറക്റ്റായിട്ട് നീറ്റായിട്ട് തന്നെ മടക്കിയിട്ടാൽ മതി കേട്ടോ, അപ്പോൾ തന്നെ എല്ലാം റെഡിയാവും. പിന്നെ നമ്മുടെ മെയിൻ ലൈനിങ് ഉണ്ടല്ലോ, ലൈനിങ്ങും അതിൻ്റെ മുകളിൽ കറക്റ്റാക്കി മടക്കിയിടാം. അപ്പോൾ ഇതുപോലെയാണ് കിട്ടുക. എന്നിട്ട് ഇത് മൊത്തത്തിൽ പിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആദ്യം നെക്ക് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം. നമ്മൾ നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത്, ഫ്രണ്ട് നെക്കിൻ്റെ ഡീപ്പ് എടുക്കുന്നത് 7 ഇഞ്ചാണ്. അപ്പോൾ ആ 7 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെ ബോക്സ് ആക്കി വരച്ച് കൊടുക്കുന്നുണ്ട്. വീഡിയോ ശ്രദ്ധിച്ച് കാണുക കേട്ടോ, എന്നാലേ എനിക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ നമുക്ക് ഇതിൻ്റെ കൈക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യണം. അപ്പോൾ അതും കൂടെ ഇവിടെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി മൊത്തത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇതാദ്യം നോർമലി നമ്മൾ കട്ട് ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ അടിയത്ത് മടക്കിയതൊക്കെ ഒന്ന് കറക്റ്റ് ആയാൽ മതി. ലെവലായിട്ട് തന്നെ എല്ലാം സെയിം അളവിലൊക്കെ ഒന്ന് മടക്കിയിട്ടാൽ തന്നെ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ കൈക്കുഴിയൊക്കെ കറക്റ്റ് ആ വരച്ച പോലെ കട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നെക്കും നമ്മളിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്, ഫ്രണ്ട് നെക്ക്. ഇനിയാണ് നമ്മുടെ മെയിൻ ആ ഫ്രണ്ടിലത്തെ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുന്നത്. ഇതുപോലെ ഇതിങ്ങനെ 3 പീസായിട്ടാവുമല്ലോ വരിക. അപ്പോൾ അതിൽ 2 പീസ് ഉണ്ടല്ലോ, മുകളിലത്തെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും ജസ്റ്റ് ഇങ്ങനെ മറിച്ചിട്ട് ആ അടിയത്തെ പീസ് മാത്രമായിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കുക. വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ എനിക്ക് മനസ്സിലാവും. ഞാൻ പറയുന്നത് ഇങ്ങനെ ചിലർക്കൊന്നും മനസ്സിലാവില്ല. ഓക്കെ, വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യുക. പിന്നെ ഓരോന്ന് മാറ്റിയിട്ട് അങ്ങനെ കുത്തി കൊടുക്കുക. നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ മതി. ഓക്കെ,
അപ്പോൾ ഇതാ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 5 ഇഞ്ച് ഉണ്ടല്ലോ, 5 ഇഞ്ച് താഴേന്ന് ഇതുപോലെ ടാപ്പ് വെച്ചിട്ട് 5 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് അതേപോലെ തന്നെ നമ്മൾ ഇതാ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഷോൾഡറിൻ്റെ അവിടുന്ന് 2.5 ഇഞ്ച് ഇതേപോലെയും അടയാളപ്പെടുത്തി കൊടുക്കാം. മനസ്സിലായോ? വീഡിയോ ശ്രദ്ധിച്ച് കാണുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാ എന്നിട്ട് ആ അടയാളപ്പെടുത്തിയ ഭാഗം 2 ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് നമുക്ക് ബോക്സ് ആക്കി വരച്ചു കൊടുക്കണം. അതേപോലെ വീണ്ടും പറയുകയാണെങ്കിൽ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു മോഡലാണ്. ഇതുപോലെ ബോക്സ് ആക്കി വരച്ചു കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് റൗണ്ടാക്കി വരച്ചു കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കട്ടിങ്. ഓക്കെ, ഇതാ ജസ്റ്റ് ഒന്ന് നിർത്തി കാണിച്ചു തരാം. ഇങ്ങനെയാണ് സംഭവം വരുന്നതും എടുത്തു വെക്കാം. ഇനി സ്റ്റിച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് ബാക്കി പറഞ്ഞുതരാം. ഇനി നമുക്ക് ഇതിൻ്റെ താഴേക്കുള്ള അനാർക്കലിൻ്റെ താഴെ ഭാഗം നോക്കാം. ഇതുവരെ നമ്മൾ ബോഡി വേസ്റ്റ് ഭാഗമാണല്ലോ കട്ട് ചെയ്തത്. ഇനി നമുക്ക് അതിൻ്റെ താഴേക്ക് കട്ട് ചെയ്യാം. ഇത് ഡബിൾ സർക്കിളിലുള്ള ഒരു അനാർക്കലി ടൈപ്പാണ്. സ്കേർട്ടും അതേപോലെ തന്നെ അനാർക്കലിയും നമ്മൾ ഡബിൾ സർക്കിളിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 ആക്കി മടക്കിയിട്ട് ഇതുപോലെ കോണാക്കി മടക്കുക. ഇതൊക്കെ അറിയുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്ന വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ മതി. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്തല്ലോ, അതിൻ്റെ ഒരു ഭാഗം എടുക്കുക, അതിൻ്റെ 4 ഇരട്ടി എടുക്കണം. ഓക്കെ, മനസ്സിലായി? അതായത് ഇപ്പം എനിക്കിവിടെ കിട്ടിയത് 11ആണ്. അതിൻ്റെ 4 ഇരട്ടി എന്ന് പറയുമ്പോൾ 44ആണല്ലോ. ആ 44നെ 3.14 കൊണ്ട് ഹരിക്കുക, എന്നിട്ട് വീണ്ടും 2 കൊണ്ട് ഹരിക്കുക. അപ്പം എനിക്കിവിടെ കിട്ടിയത് 7 ഇഞ്ച്. അപ്പം ആ 7 ഇഞ്ച് വെച്ചിട്ടാണ് ഞാൻ അവിടെ ആദ്യത്തെ ഇത് അടയാളപ്പെടുത്തി കൊടുത്തത്. ഇതിൻ്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതിട്ട്, ഞാൻ എന്തായാലും ക്ലിയർ ചെയ്ത് തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മുടെ അനാർക്കലിൻ്റെ ഫുൾ ലെങ്ത് വരുന്നത് 54 ഇഞ്ചാണ്. ആ 54 ഇഞ്ചിന്ന് നമ്മുടെ വീസ് ലെങ്ത് ഉണ്ടല്ലോ 15 ഇഞ്ച്, ആ 15 ഇഞ്ച് കുറച്ചാൽ വരുന്നത് 39 ഇഞ്ചാണ്. അപ്പോൾ നമ്മളിവിടെ 7 ഇഞ്ച് അടയാളപ്പെടുത്തിയല്ലോ, അവിടുന്ന് താഴേക്ക് എന്താ പറയുക 39 ഇഞ്ച് അടയാളപ്പെടുത്തുക, പ്ലസ് 1 ഇഞ്ചും കൂടെ അടയാളപ്പെടുത്തി കൊടുക്കണേ. അത് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ് 1 ഇഞ്ച് കൂട്ടി കൊടുക്കുന്നത്. എന്നിട്ട് ഏറ്റവും മുകളിൽ വെച്ചിട്ട് നമ്മളിപ്പോൾ ഒരു 39 ഇഞ്ച് അടയാളപ്പെടുത്തിയല്ലോ, അവിടെ എത്രയാണോ കിട്ടുന്നത് അതിനനുസരിച്ച് നമുക്ക് ഇതുപോലെ റൗണ്ട് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇതൊക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കണേ. അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി, ഞാൻ മൊത്തത്തിൽ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ റൗണ്ട് ചെയ്ത് വരച്ചാൽ മൊത്തത്തിൽ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. താഴെ മുകളിൽ ഒരുപോലെ തന്നെ നമ്മൾ ലൈൻ ചെയ്ത് കൊടുത്ത് കറക്റ്റ് നോക്കിയിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കട്ടിങ് വരുന്നത്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് ആണുള്ളത്. അപ്പോൾ സ്റ്റിച്ചിങ് എങ്ങനെ വരിക എന്നൊക്കെ ഉള്ളത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്ക് സ്ലീവ് ഉണ്ടല്ലോ, ആ സ്ലീവിൻ്റെ 2 എൻഡും ബോട്ടൺ ഭാഗവും ഇതുപോലെ 2 ആക്കി മടക്കിയിടാം. ആദ്യം 1/2 ഇഞ്ച് മടക്കുന്നു, വീണ്ടും 1/2 ഇഞ്ച് മടക്കിയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇവിടെ സ്പീഡാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ, വെറുതെ വീഡിയോ ലെങ്ത് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഒന്ന് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തു. മറ്റേതും അതേപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡ് 1/2 ഇഞ്ച് മടക്കുന്നു, വീണ്ടും 1/2 ഇഞ്ച് മടക്കിയിട്ട് കറക്റ്റായിട്ട് നീറ്റായിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് ബോഡി പാർട്ടിൻ്റെ ബാക്ക് ഭാഗം നല്ല മെറ്റീരിയൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ലൈനിങ് വെച്ചിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. റൗണ്ടാക്കിയിട്ട് നെക്ക് മാത്രമായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല മെറ്റീരിയലും അതുപോലെ നമ്മളെ വർക്ക് വരുന്ന മെറ്റീരിയൽ ഉണ്ടല്ലോ അതും ഇതുപോലെ വെച്ചിട്ട് കറക്റ്റാക്കി വെക്കണേ. ഈ കറക്റ്റാക്കി വെച്ചാൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ കാണിച്ച റൗണ്ട് ഉണ്ടല്ലോ അത് മാത്രമായിട്ട് ഇതുപോലെ റൗണ്ടാക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, വീഡിയോ ശ്രദ്ധിച്ച് കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, നമ്മളുടെ മെയിൻ മെറ്റീരിയൽ മാത്രം കേട്ടോ, ലൈനിങ് ഇതിൽ കൂട്ടിയിട്ടില്ല. മെയിൻ മെറ്റീരിയൽ മാത്രമാക്കി വെച്ചിട്ട് ഇതുപോലെ ഞാൻ നേരത്തെ കാണിച്ചു തന്ന പോലെ റൗണ്ടാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വലിച്ച് പിടിച്ചൊന്നും സ്റ്റിച്ച് ചെയ്യേണ്ട, ഫ്രീ ആയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ എന്തായാലും നീറ്റായിട്ട് കിട്ടും. ഓക്കെ, ഇതുപോലെ തിരിച്ച് പിടിച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടവർക്കൊക്കെ സൂചി കുത്തി നിർത്തിയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അതേപടി ഇങ്ങനെ സ്റ്റിച്ച് പോവാണ്ട് വീഡിയോയിൽ കാണുന്ന പോലെ സൂചിയൊക്കെ കുത്തി നിർത്തിയിട്ട് നീറ്റായിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാൻ വീഡിയോ സ്പീഡാക്കിയതാണ്, നല്ല ടൈം എടുത്തിട്ട് തന്നെ ഇതെല്ലാം ചെയ്യുക. ഓക്കെ, ടൈം എടുത്ത് നല്ല വൃത്തിക്ക് ചെയ്താൽ പെട്ടെന്ന് ചെയ്യാം, ആർക്കും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ സംഭവം. ഓക്കെ,
ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതൊക്കെ പിൻ ചെയ്ത് തന്നെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് കിട്ടൂല. എന്നിട്ട് അത് മൊത്തത്തിൽ എടുത്തിട്ട് കറക്റ്റ് അല്ലേന്നൊക്കെ നല്ല നോക്കിയതിന് ശേഷം മാത്രം നമുക്കിതാ ഈ ഒരു എന്താ പറയുക മുമ്പിലത്തെ ഭാഗം ഉണ്ടല്ലോ അതും ഇതുപോലെ റൗണ്ടാക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. നല്ല വൃത്തിക്ക് പിൻ ചെയ്തിട്ടൊക്കെ വെച്ച് കൊടുക്കുക കേട്ടോ. അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഐ മീൻ ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും പിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതാ ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ട് വരുന്ന പാർട്ട് എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു ലേസാണ് വേണ്ടത്. ഇനിയിപ്പോൾ ലേസ് ഹാൻഡ് വർക്കൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഇത് ലേസ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ ലേസ് ഇതുപോലെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഒരുപാട് വീതിയുള്ള ലേസൊന്നും വെക്കാണ്ട് നോക്കുക. വീതി കൂടുന്നതനുസരിച്ച് നമുക്ക് ക്ലോത്ത് ഇങ്ങനെ ഭയങ്കര ചുളിവ് പോലെയൊക്കെ നിൽക്കും. അധികം വീതി ഇല്ലാത്തത് നോക്കിയെടുക്കുക. ഓക്കെ, പിന്നെ ഇതാ ലേസിന് പറ്റിയ നൂല് ഞാൻ മുകളിലത്ത് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഈ കളറിൽ നീല കളറിൽ വെച്ച് സ്റ്റിച്ച് ചെയ്താൽ അത് വേഗം അറിയും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള ലേസിനനുസരിച്ചുള്ള ത്രെഡൊക്കെ നോക്കിയിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഓക്കെ, വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ പിടിച്ച് സ്റ്റിച്ച് ചെയ്യാൻ നല്ലോണം ടൈം എടുത്തിട്ട് തന്നെ ചെയ്യാം കേട്ടോ. ഞാനിത് വീഡിയോ സ്പീഡാക്കിയതാണ്. ഞാൻ അത്യാവശ്യം നല്ല ടൈം എടുത്തിട്ട് തന്നെയാണ് ചെയ്തത്. പിന്നെ അതാ ഇതേപോലെ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് ഇങ്ങനെ ഈ ലേസിൻ്റെ ഈ ഒരു അറ്റത്ത് കൂടെ വീണ്ടും ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. 2 സ്റ്റിച്ച് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ, എന്നാലും അത്രയും വൃത്തിക്ക് അവിടെ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് വരുന്നത്. ഭയങ്കര സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ തന്നെ മതി. ഓക്കെ, ഇനി നമുക്ക് ലൈനിങ് കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ മുകളിൽ വെച്ചിട്ട് നമ്മൾ ബാക്കിൽ ചെയ്ത പോലെ തന്നെ ഫ്രണ്ടിൻ്റെയും ഇത് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ ത്രെഡ് നമ്മൾ നേരത്തെ ലേസിന് വേണ്ടി മാറ്റിയില്ല, അത് വീണ്ടും മാറ്റി കൊടുക്കണം കേട്ടോ. നീല തന്നെ ആക്കണേ. ഞാൻ പറയുന്നത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല, എനിക്ക് തന്നെ അറിയാം എന്തൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇനി നമുക്കിതാ ഇതുപോലെ കട്ട് ഇട്ട് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം ആ സ്റ്റിച്ചിമ്മ തട്ടാണ്ട് മെല്ലെ ഇതുപോലെ ഇങ്ങനെ കട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നാലേ മറിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല വൃത്തിക്ക് കിട്ടുള്ളൂ, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് കിട്ടൂല. ഫ്രണ്ടിലും ബാക്കിലും അതേപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. കട്ടിട്ടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ചും ഒരിക്കലും കുടുങ്ങരുത്. ഇനി ഞാനിതാ ഇങ്ങനെയാണ് കേട്ടോ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നത്. ഇതുപോലെ നീർത്തി വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ ഷോൾഡറും അതുപോലെ നീർത്തിയിട്ട് നല്ല ഭാഗം വരുന്ന രീതിക്ക് ഇങ്ങനെ വെക്കുക. ലൈനിങ്ങും വരുന്ന രീതിക്ക് ഇതുപോലെ വെക്കുക കേട്ടോ. മനസ്സിലായോ? നല്ല പോർഷനാണ് വെക്കുന്നത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഈ സെൻറ്റർ ഭാഗം കറക്റ്റാക്കിയാൽ മതി. അപ്പോൾ ബാക്കിയൊക്കെ സെറ്റാവും. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് കാണുക. ഞാൻ പറയുന്നത് മനസ്സിലാവും, വീണ്ടും പറയുന്നത് എത്രത്തോളം മനസ്സിലാവേണ്ടതെന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് മറ്റേ ഷോൾഡറും അങ്ങനെ മുട്ടി കൊടുക്കാം. നിങ്ങൾ വീഡിയോ കണ്ടാൽ മതി. ഇങ്ങനെ പോയിട്ട് ഇതേപോലെ നിർത്തി വെക്കുക. അതേപോലെ നമ്മളെ ഫ്രണ്ടിലത്തെ ഷോൾഡറിൻ്റെതും ഇതേപോലെ നിർത്തിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇത് സംഭവം സിമ്പിളുമാണ്. നല്ല സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ഈ തയ്യൽ തുമ്പും കാര്യങ്ങളൊന്നും കാണാതെ തന്നെ നല്ല വൃത്തിക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതും ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഞാനിത് നിർത്തിയിട്ട് കാണിച്ചു തരാം. ഇതുപോലെയാണ് കിട്ടുക. നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. കണ്ടോ, തയ്യൽ തുമ്പൊന്നും പുറത്തേക്ക് കാണുകയില്ല, 2 ഭാഗത്തും കാണില്ല കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് മൊത്തത്തിൽ ഇങ്ങനെ റൗണ്ടാക്കിയിട്ടൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കാൻ, ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ഫുള്ള് സ്പീഡാക്കുന്നുണ്ട് കേട്ടോ, വെറുതെ ലാഗ് ആക്കണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സ്പീഡാക്കുന്നത്. ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടൈം എടുത്തിട്ട് തന്നെ എല്ലാം ചെയ്യുക. ഓക്കെ, ഫുൾ റൗണ്ടാക്കിയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. നല്ല വൃത്തിക്ക് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ.
ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സ്ലീവ് അറ്റാച്ച് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ സ്ലീവ് നമ്മൾ മുമ്പ് ഒരു കട്ടിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ, അത് ഇതിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഇതാ നമ്മളിപ്പോൾ ഷോൾഡർ മുട്ടി കൊടുത്തില്ല, അവിടെ ആ അടയാളത്തിൽ നമുക്ക് കട്ടിട്ട് കൊടുത്തല്ലോ, ആ ഭാഗം ഇതുപോലെ വെച്ചിട്ട് ആ കട്ടിൻ്റെ അവിടുന്ന് താഴേക്ക് ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടുന്ന് വീണ്ടും വന്നിട്ട് വീണ്ടും ഇതേപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു, എന്നാലും ഞാൻ ഫുൾ ഡീറ്റെയിൽഡായിട്ട് പറയുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അതാ ഇതുപോലെ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് ഒരു ഭാഗത്തേക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി തിരിച്ച് സ്റ്റിച്ച് ചെയ്യുന്നിടത്തൊക്കെ സൂചി കുത്തി നിർത്തിയിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ, തിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വീണ്ടും തിരിച്ചിതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാൻ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്, അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നല്ലതാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാ അതിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ സ്ലീവ് നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് മറ്റേ സ്ലീവും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അത് ഞാൻ വീഡിയോ ആക്കി കാണിക്കുന്നില്ല, കാരണം കുറേ ലേഗായി പോകണ്ടല്ലോ. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഈ സ്ലീവ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് താഴേക്കുള്ള ഫ്ലെയറിൻ്റെ പോർഷൻ ഉണ്ടല്ലോ, അമ്പർല കട്ടിൽ കട്ട് ചെയ്താൽ അതാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാം കേട്ടോ. അതായത് രണ്ട് ഭാഗം വിട്ട് കൂടിപ്പോയാലൊക്കെ ഒരു കൺഫ്യൂഷൻ വരണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അതായത് രണ്ടാക്കി മടക്കിയിട്ട്, അതായത് കേട്ടോ ബോഡി പാർട്ട് രണ്ടാക്കി മടക്കിയിട്ട് ചെറിയൊരു കട്ടിട്ട് കൊടുക്കാം. ചെറിയ കട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇങ്ങനെ ഒരു കട്ടിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് താഴേക്ക് അറ്റാച്ച് ചെയ്യാനുള്ള അമ്പർല കട്ടിൽ കട്ട് ചെയ്തല്ലോ, അതും ഇതേപോലെ സെൻറ്റർ മടക്കിയിട്ട് ചെറിയൊരു കട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ കട്ടിട്ട് കൊടുത്തിട്ട് ആ രണ്ട് കട്ട് വരുന്ന ഭാഗങ്ങളുണ്ടല്ലോ, അത് രണ്ടും കൂടെ ഇതുപോലെ വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടും അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ടും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെയാണ് ഏറ്റവും യൂസ്ഫുൾ ആവുക, ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതാ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഇങ്ങനെ ചെയ്യാം. ഇത് ഞാൻ വെറുതെ ഒന്ന് കാണിച്ചെന്നുള്ളൂ കേട്ടോ. അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റുന്നവരുണ്ടെങ്കിൽ അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് കാണിച്ചതേ ഉള്ളൂ. അതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ ചെയ്താലും മതി. ഓക്കെ, എന്നിട്ട് അതേപോലെ അവിടുന്ന് ഇങ്ങോട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഡബിൾ സ്റ്റിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ പൊതുവെ. എന്നിട്ട് രണ്ടറ്റം കൂടെ ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. എനിക്കിവിടെ കറക്റ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ കറക്റ്റ് കിട്ടാത്തവർക്ക്, താഴത്തെ പോർഷന് വിടുത്ത് കൂടുന്നുണ്ട് എന്നുള്ളൊക്കെ ഒരു പ്രശ്നം വരില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടി യൂസ്ഫുൾ ആവട്ടെ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അതിന് വേണ്ടി കാണിച്ചതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് ഞങ്ങൾക്കൊന്ന് ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ. എനിക്ക് ഏത് ഓപ്ഷനാണ് ഏതാണെങ്കിലും എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ അറ്റത്തുനിന്ന് ഇങ്ങനെ അതായത് ബോഡി പാർട്ടിൻ്റെ ഈ ഒരു അറ്റത്തുനിന്ന് നമ്മളുടെ അമ്പർല കട്ടിൽ കട്ട് ചെയ്തല്ലോ, അതിൻ്റെ ഒരു അറ്റം പിടിച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാൻ പറയുന്നത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സ്റ്റിച്ച് ചെയ്യുന്നവർക്കൊക്കെ ഇതൊക്കെ അറിയുന്നുണ്ടായിരിക്കും, എന്നാലും ഞാൻ ജസ്റ്റ് ഡീറ്റെയിൽഡായിട്ട് പറയുന്നേ ഉള്ളൂ. ഓക്കെ, രണ്ട് ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ സ്ലീവിൻ്റെ അറ്റത്ത് ഇതുപോലെ രണ്ട് ലേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വീഡിയോയിലൊന്നും കാണിച്ചിട്ടില്ല. ഇതുപോലെ രണ്ടെണ്ണം കൊടുത്തു എന്നുള്ളൂ, രണ്ട് അറ്റത്തും, സ്ലീവിന് രണ്ട് അറ്റത്തും. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നോർമലി നമ്മൾ ഈ സൈഡ് പിടിച്ച് സ്റ്റിച്ച് ചെയ്യില്ല, സൈഡ് മൂട്ടി കൊടുക്കുമല്ലോ, അതാണ് ചെയ്ത് കൊടുക്കാനുള്ളത്. രണ്ടിൻ്റെയും സൈഡ് ഇതുപോലെ ഞാൻ 1.5 ഇഞ്ച് ആണല്ലോ തയ്യൽ തുമ്പ് എടുത്തത്. ആ 1.5 ഇഞ്ചിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറക്റ്റ് സ്ലീവിൻ്റെ ഭാഗവും അതുപോലെ വേസ്റ്റിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ രണ്ടും ഫ്രണ്ടത്തും ബാക്കത്തും ഒക്കെ കറക്റ്റാക്കിയിട്ട് തന്നെ പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. വലിച്ച് പിടിച്ചൊന്നും സ്റ്റിച്ച് ചെയ്യാണ്ട് നോർമലായിട്ട് നല്ല ലൂസിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ മറ്റേ സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, രണ്ട് ഭാഗം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് അടിഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണം. ഞാൻ റോൾ ഹെമ്മിങ് അല്ല ചെയ്യുന്നത്, ഇത് ഞാൻ ഇതുപോലെയാണ് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയെന്നുള്ളത്. കാരണം അമ്പർല കട്ടിൽ കട്ട് ചെയ്തതൊക്കെ നമുക്ക് രണ്ടാക്കി മടക്കി സ്റ്റിച്ച് ചെയ്താൽ ഭയങ്കര ചുളിവ് വൃത്തികേടായിട്ടൊക്കെ വരും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം ഒരു മടക്കുക,
അതുപോലെ ഒരു മടക്ക് ഫുള്ളായിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒറ്റ മടക്ക് കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക. ഒറ്റ മടക്ക് ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു മടക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതാ വീണ്ടും ഒരു മടക്ക് തന്നെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. ഇതാ ഇതേപോലെ ഫുള്ളായിട്ട് റൗണ്ടായിട്ട് ഇങ്ങനെ മടക്കി കൊടുത്താൽ ജസ്റ്റ് വിരൽ വെച്ച് ഇങ്ങനെ തള്ളി കൊടുക്കൊണ്ട് കേട്ടോ, എന്നാൽ എന്താ പറയുക ചെറിയ മടക്കായി വരുള്ളൂ. ഓക്കെ, ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ മടക്കി കൊടുത്താൽ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. ഇതപ്പോൾ കാണിച്ചു തരാം, ഒരു മിനിറ്റ്. ഓക്കെ, ഇതാ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഒരു ചുളിവോ കാര്യമോ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഈ റോൾ ഹെമ്മിങ് ഒന്നും ഇല്ലാത്തവർക്ക് അങ്ങനെ ചെയ്താൽ മതി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഇപ്പം മടക്കി സ്റ്റിച്ച് ചെയ്തല്ലോ, അതിൻ്റെ താഴെ നമുക്ക് ഈ ലേസ് വെച്ച് കൊടുക്കണം റൗണ്ടാക്കിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അത് നൂല് മാറ്റി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ഈ ലേസ് വെക്കാനുണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്തത്, രണ്ടാക്കിയിട്ട്. അല്ലെങ്കിൽ ഞാൻ റോൾ ഹെമ്മിങ് ആണ് ഇതിനൊക്കെ കൊടുക്കാറ്, അംബ്രല്ല കട്ടിനൊക്കെ റോൾ ഹെമ്മിങ് ആണ് കൊടുക്കാറ് കേട്ടോ. കൂടുതൽ ഭംഗി അത് തന്നെയാണ് റോൾ ഹെമ്മിങ്. ഇതിലേക്കുള്ള സ്കേർട്ടിന് ഞാൻ റോൾ ഹെമ്മിങ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഫുൾ റൗണ്ടാക്കി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എന്തായാലും ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. പിന്നെ ഇതിലേക്ക് ചെയ്ത സ്കേർട്ടിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി എൻ്റെ പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഇതിൻ്റെ കൂടെ തന്നെ ചെയ്തിട്ടില്ല. അതായത് കുറച്ച് മുമ്പ് ഞാൻ ഇതുപോലെ ഇതിക്ക് ചെയ്ത സെയിം കട്ടിങ് കേട്ടോ, മെറ്റീരിയൽ മാറ്റുന്നുണ്ട്, പക്ഷേ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് പോയിട്ട് കാണാം. അതുപോലെ ഇതേപോലത്തെ അനാർക്കലി ഫ്രില്ലിട്ടിട്ട് ചെയ്യുന്നതിൻ്റെയും ഫുൾ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലത്തെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.